എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വാലന്റൈൻസ് ഡേ ഒക്കെ അടുത്ത് വരികയാണ്. അപ്പോൾ അതിന് തയ്യാറാക്കി നോക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ കേക്കാണ്. ഇതൊരു ഹിഡൻ ഹാർട്ട് കേക്കാണ്. അപ്പോൾ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു വാനില കേക്കാണ്, പക്ഷേ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു റെഡ് കളറിലുള്ളൊരു ഹാർട്ട് ഉണ്ട്. അപ്പോൾ നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. അതുപോലെ തന്നെ ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു കേക്കും കൂടിയാണ്. അപ്പോൾ ഈ വാലന്റൈൻസ് ഡേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒന്നാണ്. വളരെ സിമ്പിളാണിത് തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു റെഡ് ഹാർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഈ മുട്ട എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഇത് ബീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മിക്സി എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വിസ്കോ, തടുത്തവിയോ, ഹാൻഡ് ബ്ലെൻഡറോ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്ലഫി ആവുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. മുട്ട നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്, പഞ്ചസാരയൊക്കെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ഉരുക്കിയിട്ടൊരു 1/4 കപ്പും ഇതിലേക്ക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓയിൽ കൂടി നന്നായിട്ട് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് മൈദ അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ചേർക്കാം. ഇതിലേക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്, ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല. അപ്പോൾ ഇത് ഒന്ന് അരിച്ച് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചിട്ട് കൊടുക്കുന്നത്. അരിച്ച് തന്നെ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ബീറ്ററൊക്കെ മാറ്റി വെച്ചിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു സ്പാറ്റില അല്ലാന്നുണ്ടെങ്കിൽ തടിത്തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്യാം. ഇതിപ്പോൾ കുറച്ച് കട്ടിയുള്ളൊരു ബാറ്ററാണ്. ഇനി ഇത് ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആകാനും ബാറ്റർ ഒന്ന് ലൂസ് ആകാനും വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. ഇത് ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത പാലല്ല, ചെറിയ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. 2 ടേബിൾ സ്പൂൺ മുതൽ 3 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, നിങ്ങളുടെ ആവശ്യാനുസരണം. നമ്മൾ ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഒരു റെഡ് കളറിലാണ് ഹാർട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ കുറച്ച് ജെൽ ഫുഡ് കളറാണ് റെഡിൻ്റെത്. അത് നമ്മൾ കുറച്ചിട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ചിട്ട് കളറിൻ്റെ അളവ് തീരുമാനിക്കും. അപ്പം നമ്മൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റാം. നമ്മളിവിടെ ഒരു ലോഫ് പാനാണ് എടുത്തിട്ടുള്ളത്, അതായത് ബ്രെഡൊക്കെ തയ്യാറാക്കുന്ന പാനാണ്. അപ്പോൾ ഇതിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലൈസ് ചെയ്തിട്ട് ഹൃദയം കട്ട് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള പാൻ ഇല്ല എന്നുണ്ടെങ്കിൽ റൗണ്ടായിട്ടുള്ള ടിന്നിലെടുത്തിട്ട് സ്ലൈസ് ചെയ്തിട്ട് കട്ട് ചെയ്താലും മതി. അപ്പോൾ അതെങ്ങനെയാണ് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഇനി കാണിക്കാം. അപ്പോൾ നമ്മൾ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുത്ത് എയർ ബബിൾസൊക്കെ ഒന്ന് കളയുക. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. 170 ഡിഗ്രി സെൽഷ്യസിൽ ആണ് ഇത് ബേക്ക് ചെയ്യേണ്ടത്. 20 മുതൽ 25 മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്യേണ്ടത്. ബേക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ 10 മിനിറ്റ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഓവൻ ഇല്ലാതെയും നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം, സാധാരണ പ്രഷർ കുക്കറിലോ സോസ് പാനിലോ ഒക്കെ. ഇപ്പോൾ നമ്മൾ 25 മിനിറ്റ് ഇത് ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് മാറ്റിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കേക്കിന് നിങ്ങൾക്ക് കാണാം അധികം പൊക്കം ഇല്ലാത്തൊരു കേക്കാണ്. അപ്പോൾ നമ്മൾ കുറച്ച് അളവിലാണ് മാവ് എടുത്തിട്ടുള്ളത്. ഇനി കൂടുതൽ പൊക്കത്തിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാവിൻ്റെ അളവ് ഇരട്ടി ആക്കിയാലും മതി. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ഇരട്ടിയാക്കണം. ഇപ്പോൾ പൊക്കം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിത് സ്ലൈസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ റൗണ്ടായിട്ടുള്ള ടിന്നിലാണെങ്കിലും ഇതുപോലെ റൗണ്ട് സ്ലൈസ് നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ഹാർട്ട് അതിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് ലെവലാകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള കുക്കി കട്ടർ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അത് വെച്ചിട്ടാണ് നമ്മൾ ഷേപ്പ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കട്ടേഴ്സ് നമുക്ക് കിട്ടും വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ അളവിൽ 7 ഹാർട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കൂടുതൽ ലെയറുകളായിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഹാർട്ട് കിട്ടും. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
മുഴുവനും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയുള്ള വാനില കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വാനില കേക്ക് തയ്യാറാക്കുന്നത് നമ്മൾ ആദ്യം റെഡ് കേക്ക് തയ്യാറാക്കാൻ എടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ഡബിൾ ആക്കിയിട്ടാണ് വാനില കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പഞ്ചസാരയ്ക്ക് പകരം ഇവിടെ നമ്മൾ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. പൊടിക്കാത്ത പഞ്ചസാരയാണ്. അപ്പോൾ ആ പഞ്ചസാര ഇട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ആകുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ പഞ്ചസാരയും മുട്ടയെല്ലാം ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്തെടുക്കാം. ഓയിൽ നമ്മൾ ഡബിൾ ആക്കിയിട്ടില്ല. ഓയിൽ സെയിം അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി കൈവച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിലും കുറച്ച് പാലൊഴിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. നമ്മളിവിടെ 1/4 കപ്പ് പാലാണ് എടുക്കുന്നത്. അവിടെ നമ്മൾ 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ 1/4 കപ്പ് എടുത്തു. പാൽ കൂടെ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ വാനില കേക്കിൻ്റെ ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതേ ടിന്നിൽ തന്നെ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്നും ഒരു 1/4 ഭാഗം നമ്മുടെ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ തിന്നായിട്ടുള്ളൊരു ലെയറാണ്. എന്നിട്ട് സ്പാറ്റില വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് അവനിൽ വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തിട്ട് നമുക്ക് ഹാർട്ട് ഇതുപോലെ വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ബേക്ക് ചെയ്യാതെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഹാർട്ടെല്ലാം നടുക്കായിട്ട് സൈഡിൽ നിന്നേ വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരറ്റത്തുനിന്ന് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റാക്ക് ചെയ്ത് വെച്ച് കൊടുക്കാം. ഒരുപാട് ഹാർട്ട് ഉണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ലായി നിൽക്കും. അപ്പോൾ നമ്മളിവിടെ ചെറിയ എമൗണ്ടിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നടുക്ക് മാത്രമായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. എല്ലാം ഒരേപോലെ ഒന്ന് നേരെയാക്കി വെക്കുക. അതിന് ശേഷം നമുക്ക് ആദ്യം ഇതിൻ്റെ സൈഡിലായിട്ട് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് മുകളിലേക്ക് ഒഴിക്കാം. എല്ലാം ഒന്ന് ഫിക്സാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഞാനിവിടെ ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും ആദ്യം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം ഇതിന് മുകളിലായിട്ട് ഒഴിക്കാം. അതുപോലെ തന്നെ ഈ ഹാർട്ടിൻ്റെ ചരിഞ്ഞു പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല. എന്തായാലും കംപ്ലീറ്റ് ആയിട്ടൊരു ഹാർട്ട് ഷേപ്പിൽ തന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കിട്ടും. അതുകൊണ്ട് അത് ചരിഞ്ഞു പോയാലോ അതുപോലെ തന്നെ കേക്കിൻ്റെ സ്ഥാനം മാറിയാലോ കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് നടുക്കായിട്ട് കിട്ടാനായിട്ട് ഒരുപാട് കട്ടിയിൽ ഹാർട്ട് അടുക്കിയടുക്കി വെച്ചാൽ മാത്രമേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം ഒരുപാട് ഹാർട്ട് വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് തന്നെ അളവിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് ഒരുപാടങ്ങ് തട്ട് കൊടുക്കണ്ട. അപ്പോൾ നമ്മളിത് 170 ഡിഗ്രിയിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഹാർട്ട് ഏകദേശം ഒരു 1/4 ഭാഗം മുതലാണ് ഉള്ളത്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കേക്ക് നമ്മളിത് ബേക്ക് ആകുമ്പോൾ നമ്മുടെ വെച്ചിരിക്കുന്ന ഹാർട്ടൊക്കെ ഒന്ന് സ്ഥാനം തെറ്റി ഒന്ന് മുകളിലേക്ക് കയറും. അത് കുഴപ്പമില്ല. പക്ഷേ കറക്റ്റായിട്ട് തന്നെ ഹാർട്ടിൻ്റെ ഷേപ്പിൽ കിട്ടും. നല്ല പഞ്ഞി പോലുള്ള കേക്കാണ്. നമ്മൾ പാലൊക്കെ ഒഴിച്ച് ഉണ്ടാക്കിയതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലേവറിലുള്ള കേക്കാണ്. അതുപോലെ തന്നെ അകത്തൊരു ഹാർട്ടും ഉണ്ട്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഈ വാലന്റൈൻസ് ഡേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്